ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 മുട്ടയുണ്ടെങ്കിൽ അതിരാവിലെ നമുക്ക് പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും ഒട്ടും ഗ്രേവി ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവരും അതേപോലെ കുഴച്ച് പരത്തി മടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം. നമ്മളിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. വളരെ എളുപ്പത്തിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത പൊടിയുടെ അടയിലുള്ള കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന്, അതല്ല നിങ്ങൾക്ക് ഞാൻ ഈ പൊടി മിക്സ് ചെയ്ത് ബൗളിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കട്ടകളില്ലാതെ കലക്കി മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്താൽ അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതാ ഒരു പിഞ്ചളവിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കലക്കി വെക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ ഒരു ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് ഒത്തിരി ഗ്രേവി ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. അതല്ല നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അല്പം ചില്ലി ഫ്ലെക്സ് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പ്, ഒരു പിടി മല്ലിയില നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ട കുഴക്കാം. സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട ഒന്ന് ചിക്കി എടുക്കാതെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കും. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് 2 സവോള അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അപ്പം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, അതേപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ചളവിൽ മുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി കയ്യിലുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇനി ഞാനിതാ 2 തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, മല്ലിയില, പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി അടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കും.
അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ വളരെ കുറച്ച് നമ്മുടെ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം പഞ്ചസാര, നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് എണ്ണ ഒന്ന് തെളിയട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ഗ്രേവി കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്കാണ് മാറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചങ്ങെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ബബിൾസുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചാൽ മാത്രം മതിയാവും. നല്ല പോലെ അങ്ങ് ഹോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചൊന്നും ഇടുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ റെഡിയാക്കി, കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് കനത്തിൽ നമ്മൾ ഒഴിച്ചെടുക്കണ്ട കേട്ടോ. ഇതേപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. വെള്ളം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച്. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡിയായി. കണ്ടില്ലേ, വളരെ സിമ്പിളല്ലേ. 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇടാം. അതേപോലെ നമ്മൾ മാവ് കലക്കിയെടുക്കുമ്പോൾ വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. കുറച്ച് ഒലിച്ച് പോവാത്ത രീതിയിലുള്ള തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്ചറിൽ അങ്ങനെ നിന്നിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. എന്നാൽ ദോശമാവിനെക്കാട്ടും കുറച്ച് ലൂസായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സിമ്പിളായിട്ട് എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല പോലെ ഇഷ്ടാവുകയും ചെയ്യും, വയറ് നിറയെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ മക്കൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.